ഇത് അങ്ങനെ കുളിക്കാൻ പറ്റത്തില്ല. അതായത് എന്റെ അടുത്ത് പലരും പറഞ്ഞു എല്ലാവർക്കും നമസ്കാരം. എന്തുവാടെ കുറച്ചു നാളെ മുന്നേ, അതായത് രേണുസുതി എനിക്കെതിരെ കൊണ്ട് കേസ് കൊടുത്തപ്പോ അന്ന് അവൾക്ക് കുറെ പണിയിട്ട് ഏറി കയറിയപ്പം എല്ലാരും പറഞ്ഞു ഞാൻ മാൻട്രിക്കാണ്, എന്നെ തൊട്ടതോടെ അവള് തീർന്നു. പക്ഷെ അങ്ങനല്ലടേ, സത്യാവസ്ഥ അങ്ങനെയല്ല. ഇവൾ ആരൊക്കെ സഹായിച്ചിട്ടുണ്ട്, ഇവളെ കൂടെ ആരൊക്കെ നിന്നിട്ടുണ്ട്, അവർക്കെല്ലാവർക്കാണ് പണി കിട്ടുന്നതെന്നാണ് ഞാൻ ഇപ്പൊ മനസ്സിലാക്കുന്നത്. സത്യത്തിൽ ആരാ മാൻട്രിക്? നിങ്ങൾ കമന്റ് ചെയ്യ് ഗൈസ്, നിങ്ങൾ കമന്റ് ചെയ്യ്. അതുപോലെ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. എന്റെ പൊന്ന് സജന ചേച്ചി അവിടെ കിടന്ന് എന്തൊക്കെയാ വെട്ടുന്നത്, ദൈവം തരും അങ്ങനെ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞ് കുറെ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം, വെയിറ്റ് ആൻഡ് വാച്ച്. ഞാൻ സത്യത്തിനൊപ്പം മാത്രമേ നിന്നിട്ടുള്ളൂ. ചേച്ചിക്കുള്ള മറുപടി ഞാൻ ഇങ്ങനെ ചികഞ്ഞു കൊണ്ടിരിക്കുകയാണ്. വരും, വെയിറ്റ് ആൻഡ് വാച്ച്. അപ്പൊ നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം. ഒരു മുടി വെച്ചു കൊടുത്തതിനെ തുടർന്നിട്ട് ഒരാളുടെ അവസ്ഥ പരിതാപകരമാണ്. നമ്മൾ 1-2 വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മുടി വെപ്പ് വിഷയവുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഇതിന്റെ സ്റ്റാർട്ടിങ് എവിടെ നിന്നാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവരെല്ലാം ഇങ്ങനെ എടുത്ത് ഇപ്പൊ അവളും എടുത്താണ്ട് തന്നെ ഇത് കണ്ടോ? ഞാൻ ഇപ്പൊ ചെന്ന് നോക്കുമ്പോ ഇതെല്ലാം ഇളകുന്നത് കണ്ട. ഇപ്പൊ അവള് എടുത്താണ് ഇതൊക്കെ ഇളവണ്ണ കണ്ട. ഇത് മുടി വെച്ചു കൊടുത്ത റോമ ടീമിന് വൻ വിഷയമായി സുഹൃത്തുക്കളെ. അവരെ ആകെ നാണം കെടുത്ത് ചെളികാരി അടിച്ചു വെച്ചിരിക്കുകയാണ്. ഇത് സത്യം പറഞ്ഞ ഇവരുടെ വിവരക്കേടാണെന്നേ ഞാൻ പറയത്തുള്ളൂ. എവിടെ എങ്ങനെ എപ്പോൾ സംസാരിക്കണമെന്ന് ഒരു ബോധവും ഇല്ല. എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വിളിച്ചു പറയും. അവസാനം അത് ബാധിക്കുന്നത് വേറെ രീതിയിൽ വേറെ ആൾക്കാരായിരിക്കും. മര്യാദയ്ക്കിരുന്ന റോമാ കെയർ അവർക്കായി പണി. ഇതാണ് അവരുടെ അവസ്ഥ. എന്ത് പരിതാപകരം. അവർ പ്രതികരിക്കുന്നുണ്ട് കേട്ടോ, ശക്തമായിട്ട് പ്രതികരിക്കുന്നുണ്ട്. അത്യാവശ്യം നിങ്ങൾ ആൾക്കാർ കണ്ടു കാണും. എങ്കിലും ഇതിൽ വേറെ കുറച്ച് കാര്യങ്ങളോട് നമുക്ക് പറയാനുണ്ട്. എന്തെല്ലാം നോക്കാം. രേണു പറഞ്ഞട്ടെ. ഇത് പേന് പോലെ ഇരിക്കും, എന്നാൽ എടുത്ത് ചുരണ്ടുമ്പോ എന്താ കണ്ട, ഇതാണ് സാധനം. ഇത് പേനല്ല, ഇത് പേന് പോലെ ഇരിക്കും. വാക്സ് എന്തോ ഇളകി വരുന്നു എന്നുള്ള രീതിയിലാണ് ഇവിടെ രേണു പറഞ്ഞു വെക്കുന്നത്. ഇത് പേന പോലെ ഇരിക്കുന്ന പേനല്ല. സത്യം പറഞ്ഞാൽ അത് പേനാണെന്നാണ് നമ്മുടെ റോമ കേരള ചേച്ചി പറയുന്നത്. രേണു, ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ നിനക്ക്? സഹായിച്ചവരെ ആദ്യം മടൽ വെട്ടി അടിക്കണം. ഇവളെ ആരൊക്കെ സഹായിച്ചിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് 16ന്റെ പണി. 7ന്റെ പണി കൊടുക്കുമെന്ന് ബിഗ് ബോസ്. എന്നാൽ ഇവളെ സഹായിച്ചവർക്ക് കിട്ടിയിട്ടുള്ള 16ന്റെ പണി. സബാഷ്. നമ്മുടെ റോമ കോസ്മെറ്റോളജിയിലെ അവര് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഒരു കമന്റ് ഇട്ടിട്ടാണ് പ്രതികരിച്ചത്. നമുക്ക് ആ കമന്റ് ഒന്ന് നോക്കാം. ഹൈജീൻ ഉള്ളവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാ ചേട്ടാ ഇതൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അവര് തന്നെ നേരെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ താഴെ. അപ്പോൾ രേണുവിന് ഹൈജീൻ ഇല്ല എന്നാണോ? അത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഏതോ ആർമി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അതിന്റെ അടിയിൽ. രേണുവിന് ഹൈജീൻ ഇല്ലെന്ന് പറഞ്ഞാൽ ആർമിക്ക് പൊള്ളിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്തായാലും രേണുവിന് ഹൈജീൻ ഇല്ലാത്തത് കൊണ്ടാണ് ഈ വിഷയങ്ങൾ ഉണ്ടായെന്ന് അത് വച്ചു കൊടുത്തവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് കുറച്ച് വൃത്തിക്കും മെനക്കും കുളിച്ചും നനച്ചും ഒക്കെ നടക്കണമെന്ന്. രേണു എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമേ കുളിക്കത്തുള്ളൂ. അത് ഈ മുടി വെച്ചതുകൊണ്ട്. അല്ലെങ്കിൽ വർഷത്തൊരു ദിവസമായിരുന്നു കുളി. മുടി നനയ്ക്കാതെ നടന്നെന്നാണ് രേണു തന്നെ പറയാതെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. എല്ലാം ഞാൻ കാണിച്ചു തരാം, എല്ലാം ഞാൻ പറഞ്ഞു തരും. ഞാൻ എല്ലാം പറഞ്ഞു തന്നിട്ടേ പോകും. നിങ്ങൾ ആരും പോയില്ല, പെട്ടെന്നൊന്നും പോയില്ല, നിന്ന് കണ്ടോ. ഇനി വേറൊരു കമന്റ് അതിനും താഴെ വന്നു. ഇവരുടെ പേജ് എടുത്ത് നോക്കൂ. അതിൽ കറക്റ്റ് ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഹെയർ എക്സ്റ്റൻഷൻ വച്ചാൽ അത് എങ്ങനെ കെയർ ചെയ്യണമെന്ന്. അതൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സ്റ്റൻഷന് പോവുക. ദാറ്റ്സ് നോട്ട് ദെയർ ഫോൾട്ട്. കുറച്ച് ഡേയ്സ് നമ്മുടെ മുടി നോക്കിയില്ലെങ്കിൽ അത് പോകില്ലേ, അതുപോലെ തന്നെയാണ് എക്സ്റ്റൻഷനും. പിന്നെ ഹൈജീനൊക്കെ ബിഗ് ബോസ് കാണുമ്പോൾ മനസ്സിലാവും. അത് ശരിയാ. രേണുവിനെ കുറിച്ചാണ് കേട്ടോ സവിശേഷതമായിട്ട് ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അട്ടയെ പിടിച്ച് ഇവിടെ അതൊക്കെ തന്നെ. ഓക്കെ, എല്ലാവർക്കും കാര്യങ്ങൾ അറിയാലോ. ഇനി നമ്മുടെ റോമ കോസ്മെറ്റോളജിയിലുള്ള ആ ചേച്ചി പ്രതികരിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ. പാവം, അവരുടെ വല്ലാത്ത മാനസികാവസ്ഥയാണ്. ഈ കുളിക്കത്തെയും നനക്കത്തന്നെയൊക്കെ പിടിച്ചും കൊണ്ട് ഹെയർ എക്സ്റ്റൻഷനും വെച്ച് കൊടുത്ത് അവസാനം അവർക്ക് തന്നെ കിട്ടി അണ്ണാക്കി. വാവ്, അമേസിങ്. ഇതാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ ഇവൾ ആരൊക്കെ സഹായിക്കുന്നു അവർക്ക് എല്ലാവർക്കും പണി കിട്ടും. മാൻഡ്രിക് ആരാ ഇപ്പോ? ഞാനല്ല കേട്ടോ. ആരാണെന്ന് മനസ്സിലായില്ല, അതാണ് സംഭവം. റോമ കോസ്മെറ്റോളജിയിലെ ചേച്ചി പറയുന്നത് കേട്ട് നോക്കാം. ഈ ബിഗ് ബോസിൽ പോയിരിക്കുന്ന രേണു സുധിയുടെ ഹെയർ എക്സ്റ്റൻഷനെ കുറിച്ചിട്ട് കുറച്ച് വീഡിയോസ് കുറെ ഇങ്ങനെ വരുന്നുണ്ട്. അതായത് ഭയങ്കര നെഗറ്റീവ് കമന്റ്സ് ഒന്നും പറയാൻ പറ്റില്ല. എന്ന് വെച്ചാല് ഈ എക്സ്റ്റൻഷൻ ചെയ്തവർക്കൊക്കെ അറിയാം ഇതെങ്ങനെ കെയർ ചെയ്യേണ്ടതെന്നുള്ളത്. എക്സ്റ്റൻഷൻ നമ്മുടെ സ്വന്തം മുടി വളർത്തി എടുക്കുന്നില്ലല്ലോ. അപ്പൊ അതിൻ്റെതായ രീതിയിലുള്ള കെയറിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഹെയർ എക്സ്റ്റൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ കെയറിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെ പിച്ചും മന്തിയും വലിച്ചും മുള്ളിയും ചൊറിഞ്ഞും കിണ്ടി എടുത്ത് കളിക്കേണ്ട പരിപാടിയല്ല. നമ്മുടെ സ്വന്തം ശരീരത്തിലുള്ള സാധനം കിണ്ടുന്നത് പോലെ വച്ച സാധനം കിണ്ടാൻ നിൽക്കരുത്. എങ്കിൽ അത് പണി കിട്ടുമെന്നാണ് ഇവിടെ ഈ ചേച്ചി പറഞ്ഞു വെക്കുന്നത്. മനസ്സിലായോ? പക്ഷെ നമ്മുടെ രേഷ്മ പി തങ്കച്ചൻ ആരാ പറയൂ, നിങ്ങൾ കമന്റ് ചെയ്യൂ. ആരാ? സെലിബ്രിറ്റി അല്ലേ? ഇതൊന്നും കെയർ ചെയ്യാനുള്ള സമയമില്ലെന്നേ.
നെട്ടോട്ടമല്ലേ AJP മനസ്സിലായി, മറ്റേ ഷൊണ്ണ അലിൻ ജോസ് പെരേരോ, പിന്നെ അതുപോലെ പ്രജീഷ് ആ കിഴങ്ങ്, ഇതുപോലത്തെ എണ്ണങ്ങളെടുത്ത് ആൽബം ഷൂട്ടിങ്ങും മറ്റൊന്നും മറിച്ചും ഷോർട്ട് ഫിലിമും തേങ്ങാ ഫിലിമും എന്നൊക്കെ പറഞ്ഞ് ഓടി നടക്കുമല്ലേ. എവിടെ സമയം? ഇതിന്റെ ഇടയിൽ എങ്ങനെ മുടി കയറിയും? ആരോടാ ഇത് പറയുന്നേ? ചേച്ചിക്ക് ആള് മാറിപ്പോയി. നമ്മുടെ നയൻതാരയ്ക്ക് ഇല്ലാത്ത തിരക്കാണ് ആർക്ക്? രേണുസുതിക്ക്. ഈ കെയറിംഗ് ഒക്കെ നിങ്ങൾക്ക് പറ്റുമോ, ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഞങ്ങൾ കൺസൾട്ട് ഫോമിൽ നല്ലപോലെ ചോദിച്ച് നോക്കിയാണ്, റെഡിയാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ എക്സ്റ്റൻഷൻ പോലുള്ള എക്സ്റ്റൻഷൻ എന്നല്ല എല്ലാ സർവീസുകളും നമ്മൾ എന്ത് സർവീസ് എടുത്താലും അതിന്റെ കെയറിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മെയിൻ്റനൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇതൊക്കെ ചെയ്യാത്ത ഒരാൾക്ക് കൊടുക്കുന്ന സർവീസ് ഒരിക്കലും ലാസ്റ്റ് ചെയ്യില്ല. മനസ്സിലായില്ല, ഞാനിനി റിപ്പീറ്റ് ചെയ്ത് പറയണ്ട. പിന്നെ ചേച്ചി പണി ചോദിച്ചു മേടിച്ചതാണ്, വേറെ ഒന്നും കൊണ്ടല്ല. ഞാൻ പറഞ്ഞുതരാം. സൈബർ അറ്റാക്ക് ചെയ്യുന്നത് കണ്ടും കൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. അങ്ങനെ ഞാൻ തന്നെ വിചാരിച്ചു ഇനി ഇവളെ സെറ്റാക്കി എടുക്കണമെന്ന് പറഞ്ഞും കൊണ്ട് കയ്യിലിരിക്കുന്ന പൈസ കൊടുത്ത് കടിക്കണ പട്ടി വാങ്ങിയ അവസ്ഥയായി ചേച്ചിക്ക്. അങ്ങോട്ട് സഹായിക്കാൻ പോയതാ, ഇങ്ങോട്ട് കിട്ടി പണി. ഇത് തന്നെയാണ് അവളെ സഹായിച്ച് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത്, ചേച്ചിക്ക് മാത്രമല്ല. ബിഷപ്പ്, മരനാടൻ, ഫിറാസിക്ക, അങ്ങനെ ഒട്ടനവധി പേർക്ക് ഇതേ അനുഭവം തന്നെയാണ്. ചേച്ചിക്ക് മാത്രം ഇത് പുതുമയൊന്നുമല്ല. ചേച്ചി അതുകൊണ്ട് ഇതൊരു പുതുമയായിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതെല്ലാവർക്കും ഇങ്ങനെ തന്നെയാണ്. ഇനി ആരൊക്കെ സഹായിച്ചിട്ടുണ്ട്? വേറൊരു ടീം നെക്ലേസ് കൊടുത്തായിരുന്നു, മൈൽ സ്റ്റോൺ മേക്കർ. എന്ത് പാടാന്താ, ഏതോ ജ്വല്ലറി ഇടപെട്ട് കൊടുത്ത സംഭവമായിരുന്നു. എന്നോന്തോ ഇനി ആ മാല ഫേക്കാണ്, ആ മാല കൊള്ളത്തില്ല, അത് ചെറിയ മാലയാണ്, നിങ്ങൾക്കൊന്നും കണ്ണി കാണാൻ പറ്റത്തില്ല, ചെറിയ പൊടി മാലയാണ്, ചുമ്മാ അവന്മാരെ പ്രൊമോഷന് വേണ്ടിയിട്ട് അവന്മാർ തന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ന് വരണാന്ത ദൈവത്തിനറിയാം. ഞാനത് പ്രതീക്ഷിച്ചിരിക്കുവാണ്. ഇതുപോലെയായിരുന്നു ഈ ഹെയറിന്റെ കേസ്. 2 ദിവസം മുന്നേ ഞാൻ പറഞ്ഞതായിരുന്നു, എന്നോന്തോ ഇനി മുടി കുറ്റം പറഞ്ഞുകൊണ്ട് വരുന്നതെന്ന്. അത് അടക്കണം, അടുത്ത ദിവസം മുടിയും കുറ്റം പറഞ്ഞു, അവരെയും കുറ്റം പറഞ്ഞു, മൊത്തത്തിൽ കുറ്റം പറഞ്ഞു. ഇതൊക്കെ എവിടെ നിന്നടാ വരുന്നത്? നോക്കാം, മിക്കവാറും മാല കൊടുത്ത ടീമിനും കിട്ടും. നിങ്ങളുടെ ഗോൾഡ് അല്ല, നിങ്ങൾ ചെമ്പ് ചേർത്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് ആ മാലയില്ലേ, അത് കൊള്ളയൊന്നുമില്ല, അത് ഞാൻ അന്നേ പൊട്ടിച്ചെടുത്ത് വെളിയിറങ്ങി. അമ്മരുടായിപ്പ അമ്മരെന്ന് പ്രൊമോഷന് വേണ്ടിയിട്ട് കൊണ്ടിട്ടതാ, പിന്നെ അമ്മര് തിരിച്ചു വാങ്ങിച്ചു. പലതും പ്രതീക്ഷിക്കുന്നു. അതിപ്പോ ആർക്കും അറിയാത്ത കാര്യമൊന്നുമല്ലല്ലോ. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ രേണുവിന് എക്സ്റ്റൻഷൻ ചെയ്തു കൊടുത്തു. പക്ഷേ പുള്ളിക്കാരിയുടെ തിരക്കൊണ്ടാണ് തീർച്ചയായിട്ടും. അവര് ഒരു സ്ഥലത്ത് ഒരു ദിവസം നിന്ന് ഞാൻ കണ്ടിട്ട് നമ്മളെ എക്സ്റ്റൻഷൻ വെച്ചതിന് ശേഷം അവർക്ക് ഷൂട്ടായിരുന്നു. അതെ, ഷൂട്ടോടായിരുന്നു. എന്തൊക്കെ ഷൂട്ടിങ് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ മമ്മൂക്കയുടെ ഒപ്പമാണ് ഷൂട്ടെന്ന്. അവിടെ കുറെ കണ്ണാപ്പികളുണ്ട്, അലിൻ ജോസ് പെരേര, പിന്നെ പ്രജീഷ്, ദാസേട്ടൻ, ഇങ്ങനെ കുറെ കണ്ണാപ്പികളെ കൂട്ടത്തിടുന്നതാണ് ഷൂട്ടിങ്. വലിയ ഷൂട്ടിങ്. എന്തുവാ ഷൂട്ടിങ്? ചാട്ട് ഫിലിമും ആൽബവും കുറെ ഊളപ്പാട്ട്. സംഭവം തെറ്റാണെന്നും അല്ലെങ്കിൽ കുറച്ച് കാണുന്നതല്ല. പക്ഷെ ഇതിനെയൊക്കെ ഞാൻ അങ്ങനെ പറയും, ബാക്കിയുള്ള ഷൂട്ട് ചെയ്യുന്ന പോലെ അല്ലല്ലോ. ഇതൊക്കെ എന്തോ വലിയ സംഭവം പോലെ കാണിച്ചും കൊണ്ട് നാട്ടുകാരന്മാരിൽ വടിയാക്കിക്കൊണ്ടുള്ള പരിപാടിയില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ പറയത്തുള്ളൂ. ഇതിന് ഇനി അവരുടെ ആൽബത്തിനെയും അതിനെയൊക്കെ ആക്ഷേപിച്ചു അല്ലെങ്കിൽ AJPയൊക്കെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഇങ്ങോട്ട് വരണ്ട. വേറൊന്നും കൊണ്ടല്ല, ആ മുന്നേക്കെ ഞാൻ കുറ്റം പറഞ്ഞില്ലേ പിന്നെ ഞാൻ എന്തിനടാ ജീവിച്ചിരിക്കുന്നത്? ആ AJP ഒരുത്തന്റെ മരണത്തിന്റെ പ്രാർത്ഥനാ ദിവസം പോയി ഡാൻസ് കളിച്ച് ഷൊട്ടയാണ്. അവനൊക്കെ അത്ര വിവരേ ഉള്ളൂ. ഇവന്റെയൊക്കെ കൂടെ അല്ലേ കമ്പനി. അപ്പൊ അത്രയും പ്രതീക്ഷിച്ചാൽ മതി എന്നാണ് ഞാൻ പറയാതെ പറഞ്ഞു വെച്ചത്. അല്ലാതെ ആൽബത്തിനെയും ഷോർട്ട് ഫിലിമിനെയും സിനിമയൊന്നും കുറ്റം പറയുന്നല്ല കേട്ടാ. കാര്യം പിടിയിട്ട് കാണുമല്ലോ. അവർ കോമ്പ് ചെയ്ത് ഞങ്ങൾ കണ്ടിട്ടില്ല. ജസ്റ്റ് നല്ല രീതിയിൽ ഡീറ്റാങ്കിൾ ചെയ്താൽ എനിക്ക് അറിയില്ല. അവര് മുടി കെട്ടി വെച്ച് ഞങ്ങൾ കണ്ടിട്ടില്ല. പിന്നെ മക്കൾ എപ്പോഴും ഇങ്ങനെ സ്ക്രാച്ച് നടക്കുന്നു. പിന്നെ എപ്പോഴും ഇങ്ങനെ പുള്ളിക്കാരി എനിക്ക് തോന്നി ഞങ്ങൾ എക്സ്റ്റൻഷൻ വെച്ച് കൊടുത്തതിന് ശേഷം എപ്പോഴും ഈ മുടി ഇങ്ങനെ പിടിച്ച് വലിച്ചു. അത് സംഭവം എന്താണ്, എനിക്ക് ഇങ്ങനെ മുടി ഉണ്ടെന്ന് കാണിക്കണേന്ന്. കണ്ടാ ഞാൻ ഇത്രയും മുടി വെച്ചിട്ടുണ്ട്, ഇങ്ങനെ വലിച്ചു കാണിച്ചു കൊടുക്കുന്നതാണ്. വേറെ ഒന്നുമില്ല. ഒക്കെ പ്രതീക്ഷ മതി വെച്ച്, കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ട, ഇത്രയേ ഉള്ളൂ. കണ്ടല്ല, ഇനി സഹായിക്കുമ്പോൾ എന്ത് ചെയ്യണം? സൂക്ഷിച്ച് അർഹതപ്പെട്ടവർക്ക് കൊണ്ടുപോയി സഹായം കൊടുക്കണം. അല്ലാതെ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും തിരിഞ്ഞിങ്ങനെ കൊത്ത്. അവര് അത് രേണു പറയുന്നത് ഇങ്ങനെ രീതിയിൽ കെയർ ചെയ്യണം. ആദ്യത്തെ ഒരു വീഡിയോ ഞാൻ കണ്ടത് ശരിക്കും ഷോക്കായി. പുള്ളിക്കാരി പറഞ്ഞു ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തെടുത്ത് പറഞ്ഞു ഹെയർ വാഷ് ചെയ്യാൻ പാടില്ല. വളരെ റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. അതായത് എക്സ്റ്റൻഷൻ വെച്ചാലും ഹെയർ ഡെയിലി വാഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്സ്റ്റൻഷൻ ആണ് നമ്മൾ വെച്ചിരിക്കുന്നത്. പല ടൈപ്പ് എക്സ്റ്റൻഷൻ ഉണ്ടായിരിക്കും. പക്ഷേ ഈ എക്സ്റ്റൻഷൻ ഡെയിലി ഹെയർ വാഷ് ചെയ്യാം, നിങ്ങൾക്ക് ഓയിൽ ഇടാം, ഷാമ്പു വാഷ് ചെയ്യാം, ഹെയർ ഏത് രീതി വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം, അതൊക്കെ ചെയ്യാൻ പറ്റിയ എക്സ്റ്റൻഷൻ ആണ് നമ്മൾ വെച്ചു കൊടുത്തത്. കേട്ടല്ലോ ഇവര് പറയുന്നത്. അതായത് ഇവര് വച്ചു കൊടുത്ത എക്സ്റ്റൻഷൻ വെച്ചിട്ട് എന്നും കുളിക്കണം, നനയ്ക്കണം എന്നാണ് അവർ പറയാതെ പറഞ്ഞു വയ്ക്കുന്നത്. എന്നും വാഷ് ചെയ്യണം, അതായത് കുളിക്കണം. എന്നാൽ നമ്മുടെ രേണു ശ്രദ്ധിക്കുക, അങ്ങനെ പറ്റത്തില്ല. ഞാൻ വർഷത്തിൽ കുളിച്ചോണ്ടിരുന്നാണ്. പിന്നെ നിങ്ങൾ ഈ മുടി വെച്ച് തന്നതുകൊണ്ടാണ് ഞാൻ ആഴ്ചയിൽ ഇപ്പോൾ കുളിയാക്കിയത്. എന്നിട്ട് ഇതിന്റെ അപ്പുറം എനിക്ക് മാറ്റി പറയാൻ പറ്റത്തില്ല. അല്ലാതെ ഡെയിലി ഒന്നും കുളിക്കാൻ എന്നെ കിട്ടത്തില്ല എന്നുള്ള മൈൻഡിലാണ് നമ്മുടെ രേഷ്മ പി തങ്കച്ചൻ. എന്താ കാലം, കലികാലം, അല്ലാണ്ട് എന്ത് പറയാനാ? ഇതൊക്കെ ഞാൻ ആരോട് പറയും, ആര് കേൾക്കും? നമ്മുടെ രേഷ്മ ചേച്ചി പറഞ്ഞത് കേൾക്കണ്ടേ? കേൾപ്പിക്കാം. ഇത് അങ്ങനെ കുളിക്കാൻ പറ്റത്തില്ല. ഇതങ്ങനെ കുളിക്കാൻ പറ്റത്തില്ല. അപ്പൊ ചേച്ചി കുളിക്കത്തില്ലേ? ഇതങ്ങനെയൊന്നും കുളിക്കാൻ പറ്റത്തില്ല. ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ കുളിക്കത്തുള്ളൂ, അങ്ങനെ കുളിക്കാനൊന്നും പറ്റത്തില്ല. ഇതാണ് രേണുവിന്റെ മറുപടി. കണ്ടല്ല
മറ്റേ ചേച്ചി എന്താ പറഞ്ഞ വച്ചു കൊടുത്ത ചേച്ചി എന്നും കുളിക്കണം എന്നും നനയ്ക്കണമെന്ന്. നമ്മുടെ രേഷ്മ ചേച്ചിയുടെ കുഴപ്പം എന്താ? അങ്ങനെ കുളിക്കാനൊന്നും പറ്റത്തില്ല. ഇത് സംഭവം എന്തെന്ന് ഞാൻ പറഞ്ഞേട്ടാ. ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് എല്ലാവരും ഡെയിലി കുളിക്കുന്നു. എന്നാൽ രേണു നോക്കിയപ്പോ പുല്ല് എനിക്കിങ്ങനെ കുളിക്കാൻ പറ്റത്തില്ലല്ലോ, വെള്ളം അലർജിയാണ്, ഞാനിപ്പോ എന്ത് ചെയ്യും? അങ്ങനെ നോക്കിയപ്പോഴാണ് എനിക്കൊരു ഐഡിയ. ഇനി എന്തായാലും മുടിയിൽ കയറി പിടിക്കും. ഞാൻ എക്സ്റ്റൻഷൻ വെച്ചിരിക്കുകയാണ്, എന്നും ഇങ്ങനെ കഴുകാൻ പാടില്ല, എന്നും ഇങ്ങനെ കുളിക്കാൻ പാടില്ല. നിങ്ങൾ എന്താ വിചാരിച്ചത്? നിങ്ങളെപ്പോലെ എനിക്ക് കുളിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ കുളിക്കാത്ത. ഈ ഒരു സാധനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് അവിടെ അവൾ പ്രയോഗിച്ചിട്ടുള്ളത്. അത്രയും മനസ്സിലാക്കിയാൽ മതി. ബാക്കി എല്ലാവരും എന്നും കുളിക്കുമ്പോൾ ഇവർക്ക് മാത്രം കുളിക്കാൻ പറ്റത്തില്ല. എനിക്ക് പറ്റത്തില്ല, ഞാൻ കുളിക്കില്ല. എനിക്ക് ഇങ്ങനെ മുടി വെച്ചിട്ടുണ്ട്. അങ്ങനെ മുടിയെല്ലാം കൂടി കിണ്ടി പറക്കി ഇളകി പാനും എല്ലാം കൂടി പിടിച്ചതിന് ശേഷം അവരെ കുറ്റം. ആര്? അത് ഇളവി മുടിയൊക്കെ ഇതാ പറഞ്ഞു പോണ്, ഇത്രയേ ഉള്ളൂ. ഈ ഒരു സെറ്റപ്പിൽ അടിക്കുന്നു. എന്നിട്ട് പറയുന്നു ഞാൻ കയറിയാത്തോണ്ട. ഓ പിന്നെന്ത്, ആയിക്കോട്ടെ. ഇതൊക്കെയാണ് സംഭവം. മനസ്സിലായല്ലോ? സഹായിക്കുമ്പം നോക്കി സഹായിക്കണം, അല്ലെങ്കിൽ ഇതുപോലെ ഇരിക്കും. ചെയ്യില്ല എന്ന് ഞങ്ങൾക്ക് എനിക്ക് തോന്നുന്നു എക്സ്റ്റൻഷൻ ചെയ്യാൻ വന്ന സമയത്ത് തന്നെ അവർ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 5 days ഒരു പ്രാവശ്യം ഞാൻ ഹെയർ വാഷ് ചെയ്യുള്ളൂ. പക്ഷെ ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു അത് പറ്റില്ല, നിങ്ങൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യണം, ക്ലെൻസ് ചെയ്യണം. കേട്ടല്ല? അതായത് രേണു ചേച്ചി അവിടെ വന്നപ്പോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരുടെ അടുത്ത്, ഞാൻ 5 ദിവസത്തിലേ കുളിക്കുള്ളൂ, അതിപ്പോ 7 ദിവസം ആഴ്ചയിൽ ഒരിക്കൽ കുളിക്കുള്ളൂ എന്ന് ബിഗ് ബോസിന്റെ അകത്ത് പറഞ്ഞു. ഇത് വയ്ക്കാൻ വരുന്നതിന് മുന്നേ അവള് പറഞ്ഞിട്ടുണ്ട്, എന്താ ഞാൻ 5 ദിവസത്തിൽ ഒരിക്കൽ കുളിക്കത്തുള്ളൂ എന്ന്. കിട്ടിയല്ല. എന്നിട്ട് ബിഗ് ബോസിൽ അനുമോളുടെ അടുത്ത് പറഞ്ഞ എന്താ, ഇത് വച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് ആഴ്ചയിൽ ഒരു ദിവസം കുളിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ തന്നെ കള്ളം പൊളിഞ്ഞു. അവിടെ തന്നെ അവളുടെ കള്ളത്തന്നെ പൊളിയുകയാണ്. ഇത്രയേ ഉള്ളൂ സുഹൃത്തുക്കളെ. ഇവരപ്പം പറഞ്ഞ് പറ്റത്തില്ല ഡെയിലി കുളിക്കണമെന്ന്. കോപ്പ്, എനിക്കങ്ങനെ കുളിക്കാനും പറ്റൂലല്ലോ, ഇതിപ്പോ എന്ത് ചെയ്യും എന്നുള്ള മൈൻഡിലായി രേണു. അതാണ് കാര്യങ്ങൾ. കള്ളത്തിന് മേൽ കള്ളം. ഒരു കള്ളം മറയ്ക്കാം മറ്റൊരു കള്ളം, അതിനെ മറയ്ക്കാം മറ്റൊരു കള്ളം. ഇപ്പൊ ഇവരെല്ലാരും കൂടി രംഗത്ത് വന്നപ്പോൾ തേൻ കെട്ടി. ഇത്രയും പുറത്ത് നടന്നെന്നും ഇങ്ങനെ ആയിത്തീർന്നെന്നും അവിടെ ഇരിക്കുന്ന രേണു മനസ്സിലാക്കുന്നില്ല. അവിടെ ഇരിക്കുന്ന രേണു വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തായാലും എല്ലാവരും പറ്റിച്ച്, ഇനി എന്തായാലും ഈ മുടിയുടെ പേരും പറഞ്ഞ് എനിക്ക് കുളിക്കണ്ട എന്നുള്ള മൈൻഡിൽ ഓടിച്ചാടി നടക്കുകയാണ്. ആയിക്കോട്ടെ. അപ്പൊ ഇതൊന്നും ശ്രദ്ധിക്കാത്ത ഒരാളുടെ തലയില് ഞാനപ്പോ വീഡിയോയിൽ ശ്രദ്ധിച്ചത് ഒരു ഹെയർ ഊരി പോകുന്ന നല്ല പറഞ്ഞത്. അതായത് ബ്ലാക്ക് കളർ എന്തോ ഒരു സാധനം ഡസ്റ്റ് പോലെ പൊടി പോലെ ഇങ്ങനെ താഴേക്ക് വരുന്നു. എനിക്ക് മനസ്സിലായത് പുള്ളിക്കാരുടെ തലയിൽ മുഴുവൻ ലൈസ് ആയിട്ടുണ്ട്, പേനായിട്ടുണ്ട്. അതായത് ആ ഒരു ഇൻസെന്റ്, അതായത് വേറെ ആൾ കാണുമ്പോൾ പലരുടെയും പ്രശ്നം, അയ്യോ പേരെന്ന് പറയുമ്പോൾ എല്ലാ അയ്യോ അതിന് ഭയങ്കര നാണക്കേടാവും. അപ്പോ വാക്സ് ആണ് അത് എന്ന് മറ്റുള്ളവരിൽ എത്തിക്കാനാണ് പുള്ളിക്കാരി ഇങ്ങനെ കാണിച്ചത്. അതായത് ആ പുള്ളിക്കാരുടെ തലയിൽ മുഴുവൻ പേനായിട്ടുണ്ട്, അത് ഷുവറാണ്. എന്ന് വെച്ചാൽ ഒട്ടും ക്ലൻസിനെസ്, അതായത് ഹെയർ വാഷും ഇല്ല, മുടിയോ കോം ചെയ്യാറില്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരാളുടെ തലയിൽ എന്താ സംഭവിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അത്രേ ഉള്ളൂ. അതിപ്പോ സാധാരണ ഉള്ള ആൾക്കാരും കുളിയും നനയില്ലെങ്കിൽ പാനും താരനൊക്കെ പിടിച്ച് ആ കുളം തോണ്ടിയിരിക്കും. അത് തന്നെയാണ് ഈ പരിപാടി ചെയ്തിട്ടാലും കുറച്ചുകൂടി കെയർ കൂടുതൽ കൊടുക്കണം. അതൊന്നും കൊടുക്കാതെ അവരെയും കുറ്റം പറഞ്ഞ് മുടി ഉള്ളതുകൊണ്ട് എനിക്ക് കുളിക്കാൻ പറ്റൂലെന്ന് ഇവരെ മൊത്തത്തിൽ ചോദ്യം ചെയ്യുന്ന രീതിയിൽ മുൾമുനയിൽ നിർത്തി ഇവളുടെ കള്ളത്തനം കാണണം. ആ ഒരു വീഡിയോ കാണുന്ന ആൾക്കാർ എന്ത് വിചാരിക്കും? രേണുവിന്റെ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ കുളിക്കാൻ പറ്റത്തില്ല, ആഴ്ചയിൽ ഒരു ദിവസമേ കുളിക്കാൻ പറ്റത്തുള്ളൂ, അങ്ങനെ വിചാരിക്കും. അങ്ങനത്തെ രീതിയിൽ അവളാണ് ആക്കി തീർത്തിട്ടുള്ളത്. അപ്പൊ എന്താണ് ഞാൻ പറയേണ്ടത്? കള്ളത്തനം ഒന്ന് നിർത്ത് രേണു, ഒന്ന് നിർത്ത്. രേണുവിന്റെ കൂട്ടുകാരികളൊക്കെ വെളിയിൽ കിടന്ന് ഘോര പ്രസംഗിക്കുന്നുണ്ടല്ലോ. അകത്തോട്ട് പോയപ്പം കൂട്ടുകാരി പറഞ്ഞില്ലേ കള്ളത്തനം കാണിക്കരുതെന്ന്. എന്ത് മനുഷ്യർ ഇങ്ങനെ? പുള്ളിക്കാരുടെ തലയിൽ നിന്ന് പൊടിഞ്ഞു വന്നു, അത് ശരി പേര് തന്നെയാണ്. അല്ലാതെ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്സിൻ ഒരു ടെസ്റ്റിന്റെ ഒരു കണ്ടന്റ് വരില്ല. അത് ചെയ്തവർക്കറിയാം. ഇപ്പൊ ഞാൻ എന്റെ ക്ലിനിക്കിൽ 4 ക്ലയൻസിന്റെ സർവീസ് എടുത്തോണ്ടിരിക്കും. ഞാൻ അവരുടെ അടുത്തൊക്കെ ചോദിച്ചതിൽ ടെസ്റ്റ് നിങ്ങൾക്ക് അവർക്കൊന്നും അങ്ങനെ പ്രശ്നം വരില്ല. അങ്ങനെ ഒരു മെറ്റീരിയൽ അതിലില്ല, ഇങ്ങനെ ടെസ്റ്റ് ആയിട്ട് വരുന്ന രീതിയിൽ മെറ്റീരിയൽ ഒന്നും ഇല്ല അതിൽ. അപ്പൊ എനിക്ക് മനസ്സിലായത് പുള്ളിക്കാരുടെ തലയിൽ നല്ല രീതിയിൽ ലൈസ് ഫോം ചെയ്തിട്ടുണ്ട്. അത് ഇങ്ങനെ പലരും കണ്ടപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് പുള്ളിക്കാരി ഇതിങ്ങനെ കാണിച്ചത്. അല്ലാതെ ഹെയർ എടുത്ത് ഒരെണ്ണം പോലും നമ്മൾ കണ്ടില്ല. ഹെയർ വരാൻ സാധ്യതയില്ല. അത്രയും ഹെവി ആയിട്ടുള്ള വാക്സ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പുള്ളി തലൊന്നും വരുത്തൊന്നുമില്ല. അവര് നല്ല സെറ്റപ്പായിട്ടാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത്. ഹെയർ ഒന്നും ഇളകി വരൂല എന്നാണ് അവർ പറയുന്നത്. പക്ഷെ നമ്മുടെ ചേച്ചിക്കുട്ടി എന്ത് ചെയ്തു? ചൊറിഞ്ഞ് എല്ലാം കൂടി വലിച്ച് പറിച്ചിങ് ഇളക്കി മിക്കാറും കൈ തിരിച്ചുകൊണ്ട് കൊടുക്കുന്നുണ്ട്. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുമ്പം ഈ ഓമ ചേച്ചിക്ക് തന്നെ മൊത്തത്തോടെ കൊണ്ട് കൊടുക്കും. ചേച്ചി വെച്ചെന്ന മുടി എന്നാ പിടിച്ചോന്ന് പറഞ്ഞുകൊണ്ട് മിക്കവാറും കൊണ്ട് കൊടുക്കും. ഇത് തന്നെ സംഭവിക്കാൻ പോകുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇരിപ്പ് വശം വെച്ചിട്ട് ഏതൊരു ഇൻഡസ്ട്രിയിലും ഒരു 10 പേര്, ഒരു 7 പേർക്ക് നമ്മൾ സാറ്റിസ്ഫാക്ഷൻ പറ്റും. ബാക്കി 3 പേര് നമ്മൾ എത്ര നല്ലത് ചെയ്താലും അതിന് മോശം അല്ലെങ്കിൽ നെഗറ്റീവ് സൈഡായിട്ട് കാണുന്നത് തന്നെയാണ്. യെസ്, നിങ്ങൾ അവസാനം എത്തേണ്ട സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. നന്ദി കേട്. അതായത് നമ്മൾ എത്ര പേർക്ക് നല്ലത് ചെയ്തു കഴിഞ്ഞാലും ചിലപ്പോൾ കുറച്ച് പേരൊക്കെ സെറ്റ് ആവും, എന്നാലും 1-2 ഇതുപോലെ നന്ദി കേട് കാണിക്കും എന്നുള്ള സാധനം തന്നെയാണ് പറയാതെ പറഞ്ഞ് ഇവിടെ ഈ ചേച്ചി വയ്ക്കുന്നത്. ഇതാണ് എനിക്ക് മനസ്സിലായിട്ടാ. എനിക്ക് മനസ്സിലായ രീതിയിലാണ് ഡീകോഡ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ നിങ്ങളും കമന്റ് ചെയ്യും. പിന്നെ ഞാൻ രേണുവിന്റെ പ്രശ്നം, രേണു ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുന്നോ അന്നത്തെ ദിവസം തന്നെ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ രേണു ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് സത്യാവസ്ഥ ഞാൻ അറിയിക്കും. അപ്പൊ രേണു എന്ന് പറഞ്ഞ ഒരാളെ വെച്ചിട്ടല്ല നമ്മുടെ സ്ഥാപനം ഈ വർഷം ഇത്രയും നാൾ പോയത്. ഞാൻ പെട്ടോ. രേണുവിന്റെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. ബിഗ് ബോസിന്റെ അകത്ത് നിന്ന് പറയുന്നു അവിടെ ഇനി അവര് പറഞ്ഞു മുടി വെച്ചെന്നപ്പോ ആഴ്ചയിൽ ഒരു ദിവസമേ കുളിക്കാൻ പാടുള്ളൂ എന്ന്. എന്നാൽ അവര് പറയുന്നത് അങ്ങനെ അല്ലെന്ന്. ഇനിയിപ്പോ അവര് കൊണ്ട് നിർത്തി രേണുവിനെയും കൂടി നിർത്തി ഈ കാര്യങ്ങൾ ചോദ്യം ചെയ്യുമ്പം പണ്ട് രാമൻ ശ്രീരാമൻ ആ അവസ്ഥയിലോട്ടാകും രേണുവിന്റെ അവസ്ഥ. കള്ളത്തിന് മേൽ കള്ളം. ഇനി എന്തൊക്കെ ഉരുണ്ടളിക്കാൻ പോണെന്ന് ദൈവത്തിനറിയാം സുഹൃത്തുക്കളെ.
അതായത് എൻ്റെ അടുത്ത് പലരും പറഞ്ഞു രേണുസുതിയെ കൊണ്ട് ഒരാൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല, നമ്മളൊന്നും പ്രതീക്ഷിച്ചിട്ടല്ലോ ചെയ്യുന്നത്. അവരെങ്ങനെ കയറിയെന്ന് ഞാൻ ചിന്തിച്ചില്ല, അവരുടെ ലൈഫ് സ്റ്റൈൽ എന്താണെന്ന് ഞാൻ ആലോചിച്ചില്ല. നമ്മൾ സർവീസ് ചെയ്തു കൊടുത്തു. അവർ മോശമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, മോശമല്ല. ശ്രീ അവർക്ക് ഒരു അറിവില്ലായ്മയുണ്ട്, അവർക്ക് കുറെ വിവരക്കേടുകൾ അവരുടെ വാക്കുകളിൽ നിന്ന് വരുന്നത്, അത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ ദോഷമായി വരുന്നുണ്ടാവും. അതെ അതെ അതെ, ഇവരുടെ വാക്കുകൾ കാരണം ബാക്കിയുള്ളവർക്ക് എല്ലാം മാൻഡ്രിക്കായിട്ട് ഇവർ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസ്ഥ ആലോചിച്ച് നോക്ക്. നന്ദി ചെയ്ത എല്ലാവരും നന്ദി കേട്. ഇനി ആരൊക്കെ ചെയ്തിട്ടുണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൈൽ സ്റ്റോൺ മേക്കറിൽ ഒരു ജ്വല്ലറിക്കാർ ഒരു മാല കൊടുത്തിട്ടുണ്ടായിരുന്നു. അവന്റെയൊക്കെ അവസ്ഥയാണ് ഞാൻ അടുത്ത് ആലോചിക്കുന്നത്. കാണാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താതെ പുതിയ വീഡിയോ ഇടണം.